വയലോരം വീട്ടിലേക്ക് ശാരദയുടെ കത്ത് വരുന്നു. ഒത്തിരി സങ്കടമായി എനിക്കറിയാം. ആ കത്തിൽ കുട്ടിമണിക്ക് അമ്മയുടെ സാമീപ്യം അനുഭവപ്പെടുന്നു. അല്ലിക്ക് അസുഖം കൂടുതലാണെന്ന് അറിയുന്ന മനസ്സജൻ ബാലനെയും കൂട്ടി അല്ലിയുടെ അടുത്തേക്ക് പോകുന്നു. അല്ലിയെ കാണാനെത്തിയ മനസ്സജനെ കാത്തിരുന്നത് അല്ലിയുടെ മൃതശരീരമായിരുന്നു. ഇനി മനസ്സജനെ സൂക്ഷിക്കണമെന്ന് മതികല സഞ്ജയന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ബാക്കി കഥ കൂടി മനസ്സജൻ എങ്ങാനും അറിഞ്ഞ പണിയാനുള്ള പണി നമ്മളായിട്ടങ്ങ് ചെയ്താ പോരെ. അല്ലി നഷ്ടപ്പെട്ട മനസ്സജന്റെ മനസ്സിൽ പ്രതികാര ചിന്ത. മനസ്സജനും മതികലയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ രവിക്ക് കിട്ടുന്നു. മതികലയുടെ നീക്കങ്ങൾ രവി ശ്രദ്ധിക്കുന്നു. അണ്ണാച്ചി ബാലനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു. ബാലനാണ് ഈ ബുദ്ധിക്ക് പിന്നിലെന്ന് രവിയെയും വിശ്വസിപ്പിക്കുന്നു. ബാലനെ കളിയാക്കുന്ന മതികലയെ ഇന്ദുബാല താക്കീത് ചെയ്യുന്നു. നിങ്ങൾ ഈ മരുന്ന് കൊണ്ട് ആ പാലിനകത്ത് കലക്കും. കുട്ടിമണിക്ക് കുടിക്കാനുള്ള പാലിൽ മതികല മരുന്ന് കലക്കുന്നു. തലകറങ്ങി വീണ കുട്ടിമണി ഗർഭിണിയാണെന്ന് മതികല വരുത്തി തീർക്കുന്നു. ഞങ്ങൾക്കിടയിൽ എന്നാൽ കുഞ്ഞിന്റെ അച്ഛൻ താനല്ല എന്ന മനസ്സജന്റെ വാക്കുകൾ വയലോരം വീടിന്റെ താളം തെറ്റിക്കുന്നു. തുടർന്ന് കാണുക. എന്നാലും എന്റെ ദൈവമേ, ഇതൊരു വല്ലാത്ത ചതിയായി പോയി. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ നല്ലത്. ആ, അത് തന്നെയാ ഞങ്ങളും പറഞ്ഞത്. വീട്ടിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇത്ര നാണക്കേട്, അപ്പൊ പിന്നെ പുറത്തിറങ്ങി നടക്കുന്ന ഞങ്ങളുടെ കാര്യവും. പോയ പോക്കില നാശം പിടിച്ചത് വല്ല വണ്ടി അടിച്ചങ്ങ് ചത്താ മതിയായിരുന്നു. ഇതിപ്പോ ഗർഭം കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു. എന്ത് ചെയ്യൂ ഇനി? വക്കീലല്ലേ നിൽക്കുന്നത്, ചോദിക്കും നിയമപരമായ എന്ത് മാർഗമാണ് ഉള്ളതെന്ന്. കുട്ടിമണിക്ക് മാനസികമായി ധൈര്യം കൊടുക്കുക, അതാണ് പ്രധാനം. എന്തിന്? അപ്പനാരെന്നറിയാത്ത ആ കൊച്ചിനെ പ്രസവിക്കാനോ? എന്റെ മുമ്പിലെങ്ങനെ കണ്ട ചവിട്ടി കൊല്ലും ഞാൻ. രവി പ്ലീസ്, ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ വികാരപരമായി പ്രതികരിക്കരുത്. കുറച്ചും കൂടി പക്വത വേണം. ഓ, എന്റെ ഭർത്താവിനെ പക്വത പഠിപ്പിക്കാനാണല്ലോ ഇവിടെ എല്ലാവർക്കും ഉത്സാഹം. രവിയേട്ടനെ ഉള്ള പക്വത മതി. ആ പക്വത വെച്ചുകൊണ്ട് രവിയേട്ടൻ ഈ കുടുംബത്തിന് അഭിമാനം മാത്രമല്ലേ തന്നിട്ടുള്ളൂ. ഇവനെന്താ ഒളിമ്പിക്സിൽ പോയി ഓടി മെഡലും കൊണ്ടുവന്നോ ഇവിടെ അഭിമാനം ഉണ്ടാക്കാൻ? ഞാനെങ്ങും പോയി ഗർഭിണിയായില്ലല്ലോ. രവിയേട്ടാ, അല്ല, പറഞ്ഞു വന്നപ്പോ ഞാനങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി ഈ നാട്ടിൽ എന്തൊക്കെ ആയിരിക്കുമോ സംസാരം എന്റെ ദൈവമേ. വയലോരം വീടിനെ കുറിച്ച് പറയാൻ എന്താ കഥകൾക്ക് കുറവ്? ഒളിച്ചോട്ടം, പ്രേമം, അവിഹിതം, ഭ്രാന്ത്, കാവടിയാട്ടം, മുതുക്കിയുടെ മുടിയാട്ടം എന്ന് വേണ്ട. എന്റെ അമ്മ ഇതറിയുമ്പോ എന്ത് പറയുന്ന എന്റെ അതെന്താ? കുട്ടിമണിയുടെ ഗർഭത്തിന് നിന്റെ അമ്മയ്ക്ക് കരം കെട്ടണോ? നിങ്ങളെന്റെ വായിലിരിക്കുന്ന കേക്കരുത്. രവിയേട്ടാ, വാ രവിയേട്ടാ, നമുക്ക് പോവാം. ഇവരൊക്കെ അല്ലേ സഖ്യകക്ഷികള്. അവരെല്ലാരും കൂടെ തന്നെ അങ്ങ് ആലോചിക്കട്ടെ എന്താ വേണ്ടേന്ന്. നിങ്ങൾ വരുന്നുണ്ടോ മനുഷ്യ? ഇങ്ങോട്ട് വരേ. എന്നെ തല്ലി, അപ്പച്ചമ്മ എന്നെ തല്ലി, ഒത്തിരി ഒത്തിരി തല്ലി. പിന്നെ പിന്നെ തല്ലി. ഒത്തിരി കയ്യിലൊക്കെ തല്ലി, എന്നെ തല്ലി, ഒത്തിരി ഒത്തിരി തല്ലി, പിന്നെ പിന്നെ തല്ലി. കുട്ടിമണി, കുട്ടിമണി പോട്ടെ, സാരമില്ല കേട്ടോ. എന്നെ തല്ലി മുത്തമല്ലേച്ച്, ഒത്തിരി തല്ലി. ആരും തടസ്സം പിടിച്ചില്ല, മനുഷ്യനും പിടിച്ചില്ല. അത് അപ്പച്ചമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ. അപ്പച്ചമ്മക്ക് ദേഷ്യം വന്നേന് എന്നെ തല്ലുന്നതിനാ? ഞാൻ അറിയാതല്ലേ പാല് കുടിച്ചപ്പോ വീണേ. ഞാൻ പറഞ്ഞ എന്നെ ആശുപത്രി കൊണ്ടുപോവാന്. അവിടെ ചെന്നപ്പോ ആ പന്ന ഡോക്ടർ ഏതാണ്ട് പറഞ്ഞു. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല മുത്തമല്ലേച്ചി, എന്നെ എന്തിനാ തല്ലിയെന്ന്. അറിയാം, പുത്തൻ വലിയച്ചയ്ക്ക് അറിയാം എന്റെ മോൾക്ക് ഒന്നും അറിയത്തില്ലെന്ന്. പക്ഷേ
ഒരുപാട് അറിവ് കൂടിയവർക്കിടയിൽ മോളെ പോലെ അറിവില്ലാത്ത പാവങ്ങൾക്ക് കാര്യം എന്താണെന്ന് അറിയാതെ കരയേണ്ടി വരും. എല്ലാരും എന്നോട് പിണങ്ങി വല്യേച്ചി. മനുഷ്യ പോലെ എന്നോട് മിണ്ടുന്നില്ല. അതൊക്കെ മോളുടെ തോന്നല. മനസ്സുജന് മോളോട് എന്തിനാ ഇഷ്ടം കുറയുന്നത്? എന്നിട്ട് ഞാൻ കരഞ്ഞപ്പോ എന്റെ കരച്ചില് മാറ്റാൻ മനുഷ്യൻ വന്നില്ലല്ലോ. അയ്യേ, അത് പുത്തൻ വല്യേച്ചി ആശ്വസിപ്പിക്കാനുള്ളത് കൊണ്ടല്ലേ? ആണോ? പിന്നല്ലാതെ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ചുമ്മാ തല്ലിയ കാര്യം. അന്ന് ഞാൻ തല്ലിയ പിന്നെ ഞാനൊരു കുഞ്ഞു ചിക്കൻ കഷ്ണം പോലും മോചിച്ചിട്ടില്ല, അറിയാവോ? മോൾ അതൊക്കെ വിടും, സങ്കടം മാറ്റും. എന്നിട്ട് മുഖമൊക്കെ തുടച്ചിട്ട് അകത്തോട്ട് വന്നു. ഞാൻ വരുന്നില്ല. വാ മോളെ, പുത്തൻ വലിയച്ചയല്ലേ വിളിക്കുന്നത്? ഇല്ല, ഞാൻ വരുന്നില്ല. കുട്ടിമണിക്ക് പുത്തൻ വലിയച്ച ഒരു സൂത്രം ഉണ്ടാക്കി തരാം. വാ വാ കുട്ടിമണി, വാ വാ കുട്ടിമണി, കരയണ്ട കേട്ടോ. വാ. എന്നാലും ആ പെണ്ണിങ്ങനെ, പണ്ടേ ഞാനിത് ഭയന്നതാ. ശാരദ ഉണ്ടായിരുന്നെങ്കിൽ ഹൃദയം പൊട്ടിച്ചത്തേനെ. ആര് ഹൃദയം പൊട്ടി ചത്തിട്ട് എന്നാത്തിനാ? ഇതൊക്കെ അനുഭവിക്കണം. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഞാൻ എല്ലാവരുടെ ശത്രു ആയിരുന്നല്ലോ. കൊച്ചേ, നീ ഇങ്ങനെ എങ്ങും തൊടാതെ വെറുതെ കാര്യ പോലെ സംസാരിക്കാതെ ഒരു വഴി പറ. നമ്മളിനി എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ? 3 മണി ഇപ്പോ അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു 1.5 മണിയെ പ്രസവിക്കും. എല്ലാവരും ചേർന്ന് അങ്ങ് ലാളിച്ച് വളർത്തുക. പിന്നെ അവളുടെ വയറ്റിന്ന് വരുന്നതല്ലേ, അപ്പൊ പിന്നെ ബുദ്ധി ഏതാണ്ട് അത്രയൊക്കെ കാണത്തുള്ളൂ. അയ്യോ പൊത്തോന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടാവുന്ന കൊച്ചിന് 4 ആളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ കാണിക്കാൻ ഒരച്ഛൻ വേണ്ടേ? വേണ്ടേ? ആര് നിൽക്കും? ആരേൽക്കും? ഇനി സംഭവിക്കാൻ പോകുന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. മനസ്സുജന്റെ പാട്ടിന് പോവും. അച്ഛനില്ല കൊച്ചിനെ വയറ്റിൽ ചുമക്കുന്ന പൊട്ടിയെ ചുമക്കേണ്ട കാര്യം മനസ്സുജനില്ലല്ലോ. അയ്യോ, അപ്പോ ഒന്നുമില്ല. പെണ്ണൊരു മന്തി കൊച്ചിനെ ഒക്കത്ത് വെച്ച് നടു റോഡിലൂടെ തെണ്ടി നടക്കും. എന്തിനാ വെറുതെ കിടന്ന് ദൈവത്തിനെ വിളിക്കുന്നത്? നമ്മളിനി എന്നാ ചെയ്യും കൊച്ചേ? എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്ലാസ്റ്റിക് കൂടെടുത്ത് തലേ കൂടെ അങ്ങിട്ടോ, നാണക്കേട് മറയ്ക്കാൻ. എന്നാലും എന്റെ ദൈവമേ, 8ഉം പൊട്ടും തിരിയാത്ത പൊട്ടി കളിച്ച് നടന്നിട്ട് പെണ്ണു ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ? അല്ലേലും അവള് തല്ലിപ്പൊളിയാ. കുപ്പിവള അണ്ണാച്ചിയുടെ കൂടെ അയാളുടെ സൈക്കിളിൽ കയറി നടന്നവളല്ലേ. പൊന്നെ പൊടിയെ കുഞ്ഞേന്ന് പറഞ്ഞ് അഴിച്ചുവിടാൻ നിങ്ങള് അനുഭവിച്ചു. കൊച്ചേ, നീ സിജനോടൊന്ന് സംസാരിക്കു കൊച്ചേ. അതിനെ പോവരുതെന്ന്. അപ്പച്ചമ്മയ്ക്ക് ഇത് പറയാൻ നാണമില്ലേ? കണ്ടവന്റെ വിഴുപ്പ് ചുമക്കേണ്ട കാര്യം സിജൻ എന്താ? അല്ലെങ്കിൽ തന്നെ എനിക്കൊരു അന്തസ്സില്ലേ? കഷ്ടം. സംഭവിച്ചത് വലിയ നാണക്കേടാണെന്ന് അറിയാഞ്ഞിട്ടല്ല കൊച്ചേ, അതൊരു ബോധമില്ലാത്ത കൊച്ചല്ലേ. അതിനെന്തറിയാം? മനുഷ്യജീവനല്ലേ, കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അതാ മനസ്സുജന് കുട്ടിമണിയോട് ദയവ് തോന്നാൻ പ്രാർത്ഥിക്കും. അല്ലാതെ വേറൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അല്ല, ഒരു വലിയ അമ്പലം പണിത് മുറ്റത്ത് വെച്ചിട്ടില്ലേ? അച്യുതക്കുറുപ്പ് തിരുവടികളുടെ. വടികളോട് പറയ് മകളുടെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാൻ. എന്നാലും ഞാൻ ഇനി എങ്ങനെ എന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും? എന്റെ ഈശ്വരാ, വല്ലാത്ത നാണക്കേടായിപ്പോയി. അച്യുതാ,
ചന്ദ്രേട്ട, ചന്ദ്രേട്ട, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ അതിനെ നേരിടുകയല്ലേ വേണ്ടത്? എനിക്കറിയില്ലെന്തു. കുട്ടിമണിയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചതിപ്പോ സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടു നടന്നിട്ടും. ചന്ദ്രേട്ട, അവൾക്ക് എന്തറിയാം? കുട്ടിമണിക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോ നാട്ടുകാർക്ക് കാലാകാലങ്ങളോളം പറയാനും ചിരിക്കാനും ആഘോഷിക്കാനും ഒക്കെ ഒരു കാരണമായില്ലേ? ഇത്രയും കാലം ബുദ്ധിയില്ലാത്ത പൊട്ടി എന്ന കളിയാക്കൽ മാത്രം കേട്ടാ മതിയായിരുന്നു. ഇതിപ്പോ ബുദ്ധിയില്ലാഞ്ഞിട്ടും അമ്മയായവളെന്ന പഴികൂടി കേൾക്കണം. ചന്ദ്രേട്ടൻ ഇങ്ങനെ അതിര് കടന്ന് ചിന്തിച്ചൊന്നും നീറണ്ട. അതിര് കടന്ന് ചിന്തിക്കൊന്നും അല്ലല്ലോ, സത്യങ്ങളല്ലേ എന്തു ഇതൊക്കെ. ഇന്നും സ്വന്തമായി ജീവിക്കാൻ തക്ക അറിവും പ്രാപ്തിയുള്ളവളല്ല കുട്ടിമണി. അവളൊരു കുഞ്ഞിന്റെ അമ്മ കൂടിയായാൽ അതൊന്ന് ഓർത്തു നോക്കേ. വന്നത് വന്നു, ഇനി അതിന്റെ ബാക്കിയല്ലേ നോക്കേണ്ടത്? എന്തു ബാക്കി? അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളെയും കൊന്ന് ഈ വീടിന് തീയിടുകയും ചെയ്തേനെ. എന്താ ചന്ദ്രേട്ട ഇത്? കുട്ടിമണിക്ക് എന്തായാലും ഭർത്താവുണ്ടല്ലോ. ആ ഭർത്താവ് പറഞ്ഞല്ലോ അവർക്കിടയിൽ ഭാര്യ ഭർത്തൃബന്ധം ഇല്ലായിരുന്നെന്ന്. ആരുടെയോ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കാണാനും കരുതാനും ഒക്കെ ലോകത്തേതെങ്കിലും ഒരു പുരുഷൻ തയ്യാറാകുവോ? ചന്ദ്രേട്ടന്റെ ചോദ്യങ്ങൾക്കൊന്നും ഒരു കൃത്യമായ ഉത്തരവുള്ളതല്ല. പക്ഷേ ആ ചോദ്യങ്ങൾക്കുത്തരമായി ചില മറു ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. യൗവനത്തിളപ്പുകൊണ്ട് ഭർത്താവിനെ വഞ്ചിച്ച് അന്യപുരുഷനിൽ നിന്നും കുഞ്ഞിനെ സ്വീകരിച്ചവളൊന്നും അല്ല കുട്ടിമണി. എട്ടും പൊട്ടും തിരിയാത്തൊരു പാവം. അവൾക്ക് ഈ ഗതി വന്നതിൽ ഈ വീട്ടിലെ എല്ലാവർക്കും പങ്കുണ്ട്. ഒന്ന് ഓർത്ത് നോക്ക് ചന്ദ്രേട്ട, ഇവിടുത്തെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ നോക്കിയതുപോലെ ആരെങ്കിലും അവളെ നോക്കിയിട്ടുണ്ടോ? അവളുടെ മനസ്സും മനസ്സിലെ പ്രശ്നങ്ങളും കണ്ടറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നല്ല ഭക്ഷണത്തിനും നല്ല വസ്ത്രത്തിനും ഒക്കെ ഒത്തിരി കൊതിച്ചിട്ടില്ല പാവം. നിങ്ങൾ സഹോദരന്മാർക്കിടയിലെ മത്സരത്തിനിടയിൽ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു പാവം ജന്മമായിരുന്നു ഇവിടുത്തെ കുട്ടിമണി. എങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതാണ് ചന്ദ്രേട്ട സത്യം. മനഃപൂർവ്വമല്ല. ചന്ദ്രേട്ടന്റെ ജീവിത പ്രശ്നങ്ങളും അത്രയേറെ വലുതായിരുന്നല്ലോ. തെറ്റ് കാണുമ്പോ കുറ്റപ്പെടുത്താനും കുരിശിൽ തറയ്ക്കാനും നിൽക്കാതെ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കൂടി നോക്കണം ചന്ദ്രേട്ട. ഈ അവസ്ഥയിൽ കുട്ടിമണിയെ ചേർത്ത് പിടിച്ച് നിന്നില്ലെങ്കിൽ അതാ പാവത്തിനോട് ചെയ്യുന്ന മഹാദ്രോഹമായി പോവും. പെങ്ങള് ചത്ത ആങ്ങളമാർക്ക് അഭിമാനം തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ കുട്ടിമണിയുടെ കണ്ണീര് ഉറഞ്ഞുകൂടി ഉപ്പുകല്ല് പോലെ ഇവിടെ തന്നെ കാണും. അത് ഓർത്തോ. പറയൂ കുട്ടിമണി. മനുഷ്യൻ എന്താ എന്നെ കൂട്ടൂന്ന് വിളിക്കാത്ത? എങ്ങനെ വിളിച്ചാലെന്താ? കാര്യം ഞാൻ കേൾക്കുന്നില്ലേ? എന്നോട് ആരും ഒന്നും മിണ്ടുന്നില്ല മനുഷ്യ. അതെന്നാ മനുഷ്യ എന്നോട് ആരും മിണ്ടാത്ത? എനിക്കറിയത്തില്ല കുട്ടിമണി. മനുഷ്യ എന്നോട് പെണങ്ങിയ? എനിക്കറിയാം മനുഷ്യൻ എന്നോട് പെണങ്ങിയ. കുട്ടുമണിയെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എല്ലാരും കുട്ടുമണിയോട് പിണങ്ങി. എനിക്ക് കുട്ടിമണിയോട് പിണക്കൊന്നുമില്ല.
തൽക്കാലം ഇപ്പൊ എന്റെ മുഖം ഇങ്ങനെയാ. അതെന്നാ ചോദിച്ചേ? ആ അതിപ്പോ അങ്ങനെ. എനിക്കറിയാം, എനിക്കറിയാം. മനുഷ്യൻ എന്നോട് പിണങ്ങിട്ട അതാ. ആ പന്ന ഡോക്ടറെത്തിന്റെ കാലോട്ട് കീട്ടി ഒറ്റ ഇടിച്ച് ഞാൻ മൂക്ക് വരുത്താണ്. കണ്ണു മമ്പരം പൊട്ടിച്ച് നോക്കിച്ചു. അവളെ ഏതാണ്ട് പറഞ്ഞോണ്ടാ അപ്പച്ചമ്മ എന്നെ തല്ലിയത്. എല്ലാരും എന്നോട് പിണങ്ങിയത്. മനുഷ്യൻ തന്നെ ഇങ്ങനെ കുമ്മന്നിരിച്ചെന്ന്. ഞാൻ പാവല്ലേ മനുഷ്യ, എന്നോട് പെണങ്ങല്ലേ മനുഷ്യ, മുഖം ഇങ്ങനെ കുമ്മന് വെച്ചല്ലേ മനുഷ്യ. മെമ്പറേ, മെമ്പറേ, ഇതെന്നെ ശ്വാസം നിലച്ചു പോയോ? ശ്വാസം നിലച്ചു പോകുന്ന കാര്യമല്ലേ നീ പറഞ്ഞത്? ഇത് സത്യമാണെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കത്തില്ല. നീ വിശ്വസിക്കണ്ട. നിന്നെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. എന്നാലും വയലോരം വീട്ടിലെ കുട്ടിമണിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് വിശ്വസിക്കുന്നതിന് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയാം നിങ്ങളിതൊന്നും വിശ്വസിക്കാലെന്ന്. ആദ്യം ഉണ്ടല്ലോ ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ സത്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്റെ മെമ്പറെ, ഇവൻ പറയുന്ന വിശ്വസിക്കരുത്. ഇതൊക്കെ ചുമ്മാ. നിനക്കറിയോ, ഞാനും അവളും തമ്മിൽ പ്രേമമായിരുന്നു. ഞാൻ അവളെ കെട്ടാനിരുന്നതാ. എന്തോരം സ്റ്റിക്കർ പൊട്ടി ഞാൻ കൊടുത്തിരിക്കുന്നു, എന്തോരം കുപ്പിവെള്ളം കൊടുത്തിരിക്കുന്നു. എത്ര പ്രാവശ്യം ഞാൻ എന്റെ സൈക്കിളെ കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയോ? അതിന്റെ തഴമ്പ് ഇപ്പോഴും ആ സൈക്കിളെ കാണും. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും. എടാ ഇതാടാ പറയുന്നത്. ഭാഗ്യം ചെയ്തവൻ തേടി വെക്കേണ്ട കാര്യമേ ഇല്ല. അറിയോ? നീ ആ പെങ്കൊച്ചിനെ മെമ്പർക്കറിയോ, സത്യത്തിലെ ഞങ്ങൾ തമ്മിൽ നല്ല പ്രേമത്തിലായിരുന്നു. ഒരു തലനാരക്കല്ലേ നടക്കാതെ പോയത്. അന്ന് മുതലാണ് അവളും ഞാനും തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടായത്. വൈലോരം വീട് ജപ്തി ചെയ്യാൻ പോയില്ലേ, അന്നേരം ചെന്ന് സഹായിച്ചത് ആരാ? ഈ ഞാന്. അത് പോട്ടെ, ഈ പെണ്ണ് തമിഴ്നാട്ടിൽ പോയില്ലേ, അന്നേരം ആരുടെ കൂടിയായിരുന്നു? എന്റെ കൂടിയായിരുന്നു. നീയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ നിന്റെ പദ്ധതി എന്തുവാ? എന്റെ പദ്ധതി എന്ന് വെച്ചാലേ കൊച്ചിനെ അവളെയും കൊണ്ടുപോവാ പൊള്ളാച്ചിക്ക്. അല്ല, അങ്ങനെ ഈ നാട്ടിൽ നിന്ന് പൊള്ളാച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ? ഒന്ന് പോടെ അവിടുന്ന്. ഈ പൊള്ളാച്ചി എന്ന് പറയുന്നത് പോളണ്ടിലൊന്നും അല്ലല്ലോ. കേരളത്തിലെ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നില്ലേ, അതുപോലെ ഉള്ളൂ ഇതും. വയലോരം വീട്ടുകാരുടെ അഹങ്കാരം കുറപ്പിക്കാൻ ദൈവമായിട്ട് തന്ന വടിയും വഴിയുമായിരുന്നു. അതാണ് നാട്ടിലാർക്കൊക്കെ അറിയാവിടെ ഇത്? അല്ല, ഇതുവരെ ആർക്കും അറിയല. അല്ല, ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞോളൂ. അതെങ്ങനെ? അല്ല, ഞാൻ മെമ്പറോട് പറഞ്ഞില്ലേ, മെമ്പർ അത് ശാന്തിയോട് പറയും. ശാന്തിയോട് പറഞ്ഞ പിന്നെ 1000 നോട്ടീസ് അടിച്ചത് തുല്യല്ലേ? അല്ല, ഒരു പെണ്ണിനെ പോറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ നിനക്ക് നാട്ടിലുണ്ടോ? നാട്ടില് എനിക്കൊരു ചെറിയ വീടുണ്ട്, പിന്നെ ഒരു കട്ടിലും ഒരു കലം, ഇതൊക്കെ പോരെ? അല്ല, ഈ വിവരം വയലോരം വീട്ടുകാരറിയുമ്പോ അവിടുന്ന് വല്ല സപ്പോർട്ട് നിനക്ക് കിട്ടുമോ? അവിടുത്തെ സപ്പോർട്ടിന് വേണ്ടി ഒരു ചെറിയ കൊളുത്തി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. നാട്ടിലെ സപ്പോർട്ടിന്റെ കാര്യം അത് മെമ്പർ ആയിട്ടുണ്ട്. നാട്ടിലെ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ചെലവുള്ള പരിപാടിയാ, ഗർഭസമരം. എങ്കിൽ പിന്നെ നമുക്കൊരാളെ ഒന്ന് പോയി കണ്ടാലോ? ആരെയാ? എന്റെ ഈ പൗരുഷ പ്രശ്നത്തിന് പിന്തുണ തരാൻ നിൽക്കുന്ന ഒരാൾ. ഇനി സമയം കളയണ്ട, വാ നമുക്ക് പോയി കാണാം. നിങ്ങൾ നടക്ക്, ഞാൻ സൈക്കിൾ എടുത്തോണ്ട് വരാം. നടന്നു നടന്നു. സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ഞാൻ ഇന്നലെ കവലേ പോയപ്പോ കൊറേ സാധനം ഒന്നിച്ചിഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നു. അതെ, അറിഞ്ഞോ എന്നതാ ശാന്തേ? ഗർഭം. ആർക്കാ? ശാന്തയ്ക്കാ? എനിക്കല്ല. പിന്നെ ആർക്കാന്ന് കേട്ട നിങ്ങൾ വിശ്വസിക്കില്ല. പറ ശാന്തേ. അതെ, വയലോരം വീട്ടിലെ കുട്ടിമണി. നേരോ?
അതെന്ന് ഒന്ന് പോ ശാന്തേ, ചുമ്മാ. ചുമ്മാ പറയാ, എനിക്ക് എന്താ പ്രാന്തുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യ. ബുദ്ധിയില്ലാത്തതാണെങ്കിലും പ്രായം തികഞ്ഞ പെങ്കൊച്ചല്ലിയോ, ബുദ്ധിയുള്ള ഭർത്താവും ഉണ്ട്. പിന്നിപ്പോ ഒരു കുഞ്ഞുകൂടി ആയാൽ എന്താ? കടിക്കാത്തതിനായാ മതിയായിരുന്നു. അതെങ്ങനാ ലീലേ? കാഞ്ഞിരത്തിന്റെ മൂട്ടില് കദളി കൊലയ്ക്കുവോ? ഉണ്ടാവാൻ പോകുന്നതേ അവളേക്കാൾ പല്ലിന് മൂർച്ച കൂടിയ ഒരെണ്ണം ആയിരിക്കും. നോക്കിക്കോ, 6 മണി. ഞാൻ മൊത്തം പറയട്ടെ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വരുമായിരുന്നു. അതിനു മുമ്പ് ഇടയ്ക്ക് കയറല്ലേ. എന്നതാ? കൊച്ചിന്റെ അച്ഛൻ മനസ്സിജനല്ല. ചുമ്മാ ദൈവദോഷം പറയല്ലേ ശാന്തേ. സത്യം, വയലോരം വീട്ടില് വലിയ പ്രശ്നമായിരുന്നു. അവിടുത്തെ അവരില്ലേ, ആ വട്ടുകിളവി സുഭദ്ര, അവരാ പെണ്ണിനെ എടുത്തിട്ടങ്ങ് പൂശി. ആങ്ങളമാരും തള്ളി പറഞ്ഞെന്നാ കേട്ടത്. അയ്യോ എന്റെ ദൈവമേ, മനസ്സിജൻ ഇനി ആ പെണ്ണിനെ ഉപേക്ഷിച്ചു പോവോ? അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാ പേ പിടിച്ച ഒരു അമ്മയും കൊച്ചും ഈ നാടിന് ബാധ്യതയാവും. മെമ്പർ എന്നാ പറഞ്ഞു ശാന്തേ? ഓമനെ ഒരുമാതിരി ചൊറിയുന്ന ചോദ്യം ചോദിക്കരുത്. ഞാനെന്താ മെമ്പറുടെ കൂടെയാണോ? അയ്യോ അതൊന്നും ഉദ്ദേശിച്ചല്ല. ശാന്ത പഞ്ചായത്തിൽ പോകുന്നില്ലേ? അവിടെ വെച്ചെങ്ങാനും മെമ്പറെ കാണുകയോ മെമ്പർ ഇതേപ്പറ്റി അറിയുകയോ വല്ല അഭിപ്രായം പറയുകയോ ചെയ്തിട്ടുണ്ടോന്നാ ചോദിച്ചില്ല. മെമ്പർക്ക് ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആരെ ഏറ്റെടുക്കും? തൽക്കാലം ആ മനസ്സിജൻ തന്നെ ഏറ്റെടുക്കുമായിരിക്കും. ഓ, ഒരു കണക്കിന് കഷ്ടമുണ്ട്. ആ പെങ്കൊച്ചിന് എന്നാ അറിയാം. ഓ, ശാന്തയ്ക്ക് ഈയിടെയായിട്ട് ഇത്തിരി അലിവ് കൂടുതലാ. മോനെ രക്ഷിച്ചതല്ലേ? അതെ. എന്താ? ദേ വരുന്നു. അതെ, പിന്നെ ഈ പോയാണല്ലോ, ഈ പോയേ എവിടെ പോവാ? ഒഴുകി ഒഴുകി പോയി എവിടെ പോവാ? ദൂരെ പോവും. കടലിൽ പോവോ? മനസ്സിജോ, എന്തോ വിശേഷം ഉണ്ടെന്ന് കേട്ടു. നേരാണോ? ആ, എന്റെ ആടി നിന്നിരുന്ന ഒരു അണപ്പലുണ്ടായിരുന്നു. അത് ഇന്നലെ പറഞ്ഞുപോയി. അത് എപ്പോഴായിരുന്നു മനുഷ്യ? എന്നിട്ട് എന്നെ കുഴിച്ചിട്ടോ? കുഴിച്ചിട്ടാലേ പല്ലുമരം വരും. ഇല്ലേ, തല കുയിഞ്ഞ് വീടിന്റെ മോളോടറിയണം. എന്നിട്ട് ഒച്ചത്തിൽ പറയണം, കുതിരപ്പല്ല് പോയിട്ട് കീരിപ്പല്ല് വരട്ടെന്ന്. കുട്ടിമണിക്ക് ഏതാണ്ട് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്കോ? എനിക്ക് എന്നാ വിശേഷാ മനുഷ്യ? ഒന്നുമില്ല കുട്ടു, നമുക്ക് തിരിച്ചു പോവാം. പോയിട്ട് പിന്നെ വരാം. എന്നതാ മനസ്സിജ? കൊച്ചിനെ കുഴമ്പിട്ട് കുളിപ്പിക്കാനോ മറ്റോ വന്നതാണോ? ഞങ്ങള് ഇപ്പൊ തന്നെ മാറി തന്നേക്കാമേ. കോയമ്പിടാൻ ഞാൻ ആരടി? വല്യമ്മയോ? വല്യമ്മ അല്ലെങ്കിലും ഇപ്പൊ അമ്മയാവുമല്ലോ. എടി ഓമനെ ഒന്ന് നാവടക്കി വെക്ക്. ഓ, ശാന്തയ്ക്ക് നൊന്തു. മനസ്സിജോ, മധുരം വാങ്ങിച്ചു തരണം കേട്ടോ. പായസം വെച്ച് തന്നാലും മതി. എന്തിനാ? നിങ്ങളുടെ കെട്ടിയോൻ മെനഞ്ഞാന്ന് മരത്തിന്ന് വീണ് കാലൊടിഞ്ഞതിനോ? അയ്യോ, ദേ മനസ്സിജന് ദേഷ്യം വരുന്നു. എന്റെ മനുഷ്യനെ കളിയാക്കി എല്ലാത്തിനും ഞാൻ വിലക്ക് മുക്കിക്കൊള്ളു. എന്നിട്ട് ഞാൻ തന്നെ രക്ഷിച്ചു. എന്നിട്ട് ടോഫിയും വാങ്ങിച്ചാ. കൊച്ചേ, നീ അധികം മേലനങ്ങുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കണ്ട കേട്ടോ. സമയത്ര ശരിയല്ല. എന്റെ സമയൊക്കെ ശരിയാടി. അല്ല മനസ്സിജ, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? കുട്ടിമണിയുടെ കൊച്ചിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചോ? അതോ കൊച്ചിന്റെ അച്ഛനെ തേടി നാട് ചുറ്റാൻ തീരുമാനിച്ചോ? ഓമനടത്തിയേ, സ്ത്രീകളോട് ഒരുപാട് ബഹുമാനമുള്ള ആളാ ഈ മനസ്സിജൻ. 2 സെക്കൻഡ് നേരത്തേക്ക് ഞാൻ ആ ബഹുമാനം ഈ അലക്കുകല്ലേലോട്ട് നിറക്കി വെക്കുകയാണേ. പോട്ടെ മനസ്സിജ, എല്ലാത്തിനും മറുപടി പറയാൻ നിക്കണ്ട. ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, എന്നിട്ട് പോവുക. ഓമനടത്തേക്ക് എത്ര മക്കളാ? 3 പേര് അല്ലേ? ചിഞ്ചു, മഞ്ജു, കുഞ്ചു. ചിഞ്ചുവിന്റെ അപ്പൻ, അതായത് ഫാദർ, ഒരു ലോറി ഡ്രൈവർ, വണ്ടിത്താവളം അബു. മഞ്ജുവിന്റെ അപ്പൻ താറാവുകാരൻ, ഓതറക്കാരൻ, വർക്കി. കുഞ്ചുവിന്റെ അപ്പന്റെ കാര്യത്തിൽ ഒടുക്കത്തെ കൺഫ്യൂഷനാ അല്ലേ ഓമനടത്തിയേ? മനസ്സിജ, പോക്കിർത്തരം പറയരുത്. ആഹാ, പോക്കിർത്തനത്തിന് ചെണ്ടകൊട്ടെ നിങ്ങളായിട്ടല്ലേ തുടങ്ങിയത്. ഇനി ഞാനായിട്ട് പെരുക്കി അങ്ങോട്ട് നിർത്താൻ പോവുക. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ എവിടെയാ? കുഞ്ചുവിന്റെ കാര്യത്തിൽ. കുഞ്ചുവിന്റെ കണ്ണൊരാളുടേത്, മൂക്ക് വേറൊരാളുടേത്, മുടി വേറൊരാളുടേത്. ആകെ മൊത്തം മുടിഞ്ഞ കൺഫ്യൂഷൻ. ഇപ്പൊ 3ാമത്തെ കൊച്ചിന്റെ അപ്പൻ ആരാണെന്നറിയാൻ തുളസിയിലിട്ടോണ്ടിരിക്കുക അല്ലേ? ഓമനടത്തി, ആ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനമാവട്ടെ. അത് കഴിഞ്ഞ് കുട്ടിമണിയുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടോ. നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട് ഓമനടത്തി. സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്ന പതിവ്. ചില അലവലാദികൾ അങ്ങനെയാ. ഒരു കഴിവും കാണത്തില്ല, ചുമ്മാ മേനി നടിച്ച് നടക്കും. അവർക്ക് ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ ആരെയെങ്കിലും കുറിച്ചൊരു അപവാദം പറയണം. അത് പറയുമ്പോൾ നാട്ടിൽ മാനം മര്യാദയ്ക്ക് നടക്കുന്നവരെ കുറിച്ചേ പറയൂ. എങ്കിലേ കേൾക്കുന്നവരെ ശ്രദ്ധിക്കൂ.
അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ കുട്ടിമണിയുടെ ഗർഭത്തിനെ കുറിച്ച് നിങ്ങളാരും കഥകളും ഉപകഥകളും ഉണ്ടാക്കണ്ട. അതോർത്ത് ഉറക്കം കളയേം വേണ്ട. അതെ, കുട്ടിമണിക്ക് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഈ ഞാൻ പരിഹരിച്ചോളാം. അപ്പൊ പിന്നെ പോട്ടെ ഓമനേടത്തിയേ. വാ കുട്ടി. വല്ല കാര്യം ഉണ്ടായിരുന്നു ഓമനെ. ആരോടും ഗുണത്തിനും ദോഷത്തിനും പോകാത്ത ആളായിരുന്നു മനസ്സിജൻ. വെറുതെ മനസ്സിജന്റെ വായിൽ കോലിട്ട് കുത്തി. ഓ, ഒരു മനസ്സിജൻ പുണ്യാളെ. അവന്റെ ഭാര്യയ്ക്ക് ആരാണ്ടോ ഗർഭം ഉണ്ടാക്കിയതിന് ഞാൻ എന്നാ വേണം? നീ ഇതാരെ കാണിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? പിന്നല്ലാതെ പോണേ. അയ്യോ, ആ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ 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 ഓക്കെ. നമ്മ തലവി ഇപ്പൊ വരും. ആ എങ്കിലേ നമുക്കൊരു മനസ്സമാധാനം. ആദ്യം വന്നു 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 വന്നു. സ്റ്റോപ്പ്. ഇപ്പൊ കേറി ഇറങ്ങിയാനെ. മിടുക്കൻ. എന്തായാലും പൊട്ടിക്കൊരു കൊച്ചു പൊട്ടിയെ കൂടി കൊടുത്തല്ലോ നീ. എന്താ മെമ്പറെ, ഈ ദിവ്യഗർഭം നമുക്കൊരു ആഘോഷമാക്കണ്ടേ? വയലോരം വീടിന്റെ മുകളിൽ പുതിയ നക്ഷത്രം ഒന്നും ഉദിച്ചിട്ടില്ലല്ലോ. ആഘോഷിക്കണം, നമ്മളാൽ ആകുന്ന വിധം ആഘോഷിക്കണം. അലഞ്ഞു നടന്ന് അണ്ണാച്ചിയിൽ നിന്ന് ഗർഭിണിയായ കുട്ടിമണിയെ ഈ ഗ്രാമം അപ്പാടെ കാർക്കിച്ചു തുപ്പണം. മനസ്സിജൻ അവളെ ഉപേക്ഷിച്ചു പോണം. അതെ, അതൊക്കെ നടക്കും. മെമ്പറ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെ ഒന്നും ആവരുത്. അങ്ങനെ എങ്ങനെയാകും? അതെ, കൊച്ചിന്റെ തന്ന നെഞ്ചും വിരിച്ച് മുമ്പേ നിക്കയല്ലേ. പിന്നെ നമ്മളൊരു തായത്തിനങ്ങ് നിന്നു കൊടുത്താ മതി. നിനക്ക് ധൈര്യം ഉണ്ടല്ലോ അല്ലേ? ധൈര്യം ഉണ്ടോന്നോ? കുടുംബം തറവാടാക്കാൻ എന്നെ പോലെ മിടുക്ക ഈ ലോകത്ത് വേറെ ആരുണ്ട്? അപ്പോ നാളെ തന്നെ നിങ്ങൾ എല്ലാവരും വയലൂരം വീട്ടിലെത്തണം. പറ്റാവുന്ന അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അകത്ത് നിന്നിത് കൊഴുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മിടുക്കിയാണല്ലോ. നാളെ മുതൽ വയലൂരം വീട്ടിലുള്ളവർ നാണക്കേടിന്റെ ചെളിയിൽ കുളിച്ചു നിൽക്കണം. ഞങ്ങൾ ഏറ്റു മതികളെ അക്കച്ചി, ഞങ്ങൾ ഏറ്റു. മനസ്സിജൻ അവളെ വെറുത്ത, ഈ നാടും വീടും വെറുത്ത് അവള് നാട് വിട്ടു പോയാ ഞാൻ തരാൻ പോകുന്ന സമ്മാനവും അത്ര തന്നെ വലുതായിരിക്കും നിങ്ങൾക്ക്. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ മെമ്പറെ, നീ വന്നേ, നീ വന്നേ. നാളെ വയലോരം വീടിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, എന്താ? ഓ, എന്തൊരു ഗൗരവം. മതി, കാര്യം പറയ്. മതിയോട് മാത്രമേ ഉള്ളൂ ഈ ഗൗരവം. മതി പ്ലീസ്, എന്താ കാര്യം എന്ന് പറയ്. എടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ നീ ഞെട്ടും. എന്താ കാര്യത്തിന്റെ പേര്? ബോംബെന്നാണോ ഞാൻ ഞെട്ടാൻ? ഒരു ബോംബ് നിന്റെ നെഞ്ചത്ത് വീണ് പൊട്ടിയില്ലേ ഇപ്പോ? ഇനിയും വേണോ? ആ, ഒരു രീതിയിൽ പറഞ്ഞ ഇതും ഒരു ബോംബാ മോനെ. കേക്കുമ്പോ നീ ഒന്ന് ഞെട്ടും. കാര്യം പറയും. മതി. ആ, കാര്യം ഞാൻ പറയാം. നിന്റെ ഭാര്യയുടെ കൊച്ചിന്റെ കാര്യമാ മോനെ. കൊച്ചിന്റെ അച്ഛന്റെ പേര് നിനക്കറിയണ്ടേ? മതി. മതി നല്ല അതിന്റെ പേര്. അത് എന്റെ അമ്മ അച്ഛനും എനിക്കിട്ട. മതി പ്ലീസ്. എന്താ മതി അറിഞ്ഞത്? എന്നോട് പറയ്. നിന്റെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന്. മതി, പറയ് മതി. അത് നീ അറിഞ്ഞാ ദേ ഈ കിണറ്റിലേക്ക് ഇപ്പൊ ചാടും. ചാടിച്ചാവും. അത്രയ്ക്ക് നല്ല ബെസ്റ്റ് അപ്പന്റെ കൊച്ചാ നിന്റെ ഭാര്യയുടെ വയറ്റില്. മതി. അതേടാ,
ആരാ കഥാനായകനെന്ന് നിനക്കറിയണ്ടേ? DNA ടെസ്റ്റ് പോലും നടത്താതെ ഇതാ നിന്റെ കൊച്ചിന്റെ അച്ഛനെ കണ്ടെത്തിയിരിക്കുന്നു. കൊച്ചിന്റെ അച്ഛൻ നാട് മുഴുവൻ മുട്ടായി വിതരണവും ലഡു വിതരണവും ഒക്കെ നടത്തുന്നുണ്ട്. മതി പ്ലീസ്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ആരാ എന്താന്നൊന്ന് പറയും. എടാ, നിന്റെ കൊച്ചിന്റെ അയ്യോ അല്ലല്ല, നിന്റെ ഭാര്യയുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? അണ്ണാച്ചി. അണ്ണാച്ചിയോ? ഏതണ്ണാച്ചി? ഏതണ്ണാച്ചിയാ? ഈ നാട്ടിലെ അറിയപ്പെടുന്ന വ്യക്തിത്വം. കുപ്പിവള അണ്ണാച്ചി, സൈക്കിൾ അണ്ണാച്ചി. അയാളാടാ കുട്ടിമണിയുടെ കൊച്ചിന്റെ അച്ഛൻ. മതി, അനാവശ്യം പറയരുതേ. ഓ, അപ്പൊ മതി പറയുമ്പം അനാവശ്യമായല്ലേ? പിന്നെ നിന്റെ ഭാര്യയുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയണോടാ? ഏതെങ്കിലും ബോളിവുഡ് താരമാണെന്ന് പറയണോ? മതി, പക വീട്ടാനുള്ള സമയമല്ലത്. എന്റെ മാനസികാവസ്ഥയെ പറ്റി മതി ഓർക്കണം. പിന്നെ നിന്റെ ഒരു മാനസികാവസ്ഥ കുന്തം. നിന്റെ പൊട്ടി നിന്റെ ഭ്രാന്തിന്റെ വക്കത്തെത്തിച്ചതിന് ഞാൻ എന്ത് വേണം? സൈക്കിൾ അണ്ണാച്ചിയ നിന്റെ ഭാര്യയുടെ കൊച്ചിന്റെ അച്ഛനെന്ന് നാട്ടിപ്പാട്ടാ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിയ അവൾ അണ്ണാച്ചിയുടെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോയതെന്ന്. കുറച്ചു ദിവസം അണ്ണാച്ചിയുടെ കൂടെ താമസിച്ചെന്ന്. പിന്നെ അയാളുമായിട്ട് പിണങ്ങി ഒരു രാത്രി അവിടം വിട്ടു. അങ്ങനെ നിന്റെ അമ്മായിയുടെ വീട്ടിലെത്തിയത്. മതി മതി, വെറുതെ കഥകൾ കെട്ടിച്ചമച്ച് പറയരുത്. പിന്നെ പൊട്ടിക്കെതിരെ കഥയുണ്ടാക്കിയോണ്ട് എനിക്കങ്ങ് ഭയങ്കര നേട്ടമല്ലേ? അന്തസ്സിലൊരല്പം ബാക്കിയുണ്ടെങ്കിൽ നീ നാട്ടിലിറങ്ങി തിരക്കടാ. അന്നേരം അറിയാം പതിവ്രതയായ ഭാര്യയുടെ പുതിയ പുതിയ കഥകൾ. പണ്ടും പെണ്ണ് സ്റ്റിക്കർ പൊട്ടെന്നും പറഞ്ഞ് അണ്ണാച്ചിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. 24 മണിക്കൂറും അയാളുടെ സൈക്കിളിന്റെ മീതെ. മതി ജാതിന്നൊന്നും നീ വിളിക്കണ്ട. നീ ഒരു കാര്യം ചെയ്, നല്ല തമിഴ് താരാട്ട് പാട്ട് പഠിക്കും. അണ്ണാച്ചിയുടെ കൊച്ചിനെ നാളെ ഉറങ്ങണമെങ്കിൽ തമിഴ് വാവാവോ വേണ്ടി വരും. കഷ്ടം, ഇങ്ങനെ ഒരു ഗതികേട്. മനുഷ്യ മനുഷ്യ വാ മനുഷ്യ, നമുക്ക് സാറ്റ് കളിച്ചാ. വന്നല്ലോ സാറ്റ് കളിക്ക്. നിന്റെ കെട്ടിയോളുടെ ഈ അവസ്ഥയിലെ കളിക്കാൻ പറ്റിയത് കബഡിയാ. എങ്കിൽ നമുക്ക് കടന്ന് കളിക്കാം. ഒന്നും വേണ്ട കുട്ടിമണി, പോയി എവിടെയെങ്കിലും ഇരിക്കും. പറ്റത്തില്ല മനുഷ്യമാ. കുട്ടിമണി ചെല്ല്, എനിക്ക് നല്ല വേദനയാ. അയ്യോ, മനുഷ്യന് തലവേദനയാണോ? ഞാനേ മരുന്ന് വെച്ച് തരേ. മോള് മരുന്ന് പുരട്ടിയാലും മോനസിജിന്റെ തലവേദന മാറത്തില്ല. കാരണം വേദന നെഞ്ചിന്റെ അകത്താ. എന്താ കുട്ടിമണി? നീ നെഞ്ചിനകത്ത് തീ ഇട്ടോണ്ടിരിക്കുവല്ലേ, പിന്നെന്താ? ഞാൻ തീ ഒന്നും ഇട്ടിട്ടില്ല. പറയുവാ കുട്ടിമണി, അപ്പുറത്ത് പോ. മനസ്സിൽ ഞാൻ പിന്നെ വരാം. പിന്നെ മരണ്ട. ആ, എന്തായി? ആണോ? ഇപ്പൊ എത്തോ? ആ, ശരി ശരി. എടാ, അപ്പൊ പിന്നെ ഇവിടെ ഗർഭ ശുശ്രൂഷയുടെയും പ്രഥമ ശുശ്രൂഷയുടെയും പ്രസവ ശുശ്രൂഷയുടെ ഒക്കെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്നതാ? നീ തന്നെ നോക്കുന്നോ അതോ ആരെങ്കിലും ഏൽപ്പിക്കുന്നോ? മതി. നീ ആരെ ഏൽപ്പിക്കണ്ടടാ. കൊച്ചിനെ അമ്മയെ ഏറ്റെടുക്കാൻ വേണ്ടപ്പെട്ടവര് വരുന്നുണ്ട്. ആരാ? നിന്റെ തലേ വരെ മാറ്റി എഴുതാൻ വരുന്നുണ്ടൊരാ. കാണടാ. Come on. എന്താ? പറയാം. ഇവിടെ പ്രായം ചെന്ന ആരുമില്ലയോ? കാവടിയോ കോരടിയോ കുംഭകുടമോ അങ്ങനെ ആരെങ്കിലും? അയാള് വേണ്ട, അയാൾ കറക്കിക്കുത്തു മർമാണിയാ. കാര്യം പറയുന്നിടത്ത് എന്ത് മർമ്മം? വിളിക്കയാളെ. കാവടിയച്ചൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഓ, നന്നായി. എന്നാ പിന്നെ അയാളുടെ ഭാര്യയെ വിളിക്ക്. കഴുത്തിന് ചുറ്റും നാവുള്ള ആ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, സുഭദ്രാമ്മ. സുഭദ്രാമ്മേ, അമ്മച്ചി ഇങ്ങോട്ട് ഇറങ്ങി വാ. അമ്മച്ചി ഇങ്ങോട്ട്. വരുന്നുണ്ട്.
ഞാനിവിടെ ഉണ്ട്. മെമ്പർക്ക് എന്നതാ വേണ്ടത്? വേണ്ടതേ എനിക്കല്ല, ഇവനാ ഈ അണ്ണാച്ചിക്ക്. നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്നാ വേണ്ടത്? എനിക്ക് അവളെയും പിള്ളേം വേണം. അത് നിന്റെ അമ്മയും പിള്ള ഇവിടെയാണ്. ആണോന്ന്? ദേ, നിങ്ങളെ വലുതായിട്ട് ഉരുളണ്ട. കുട്ടിമണിയുടെ അവിടെ വയറ്റിൽ വരുന്ന കൊച്ചിന്റെ കാര്യമായി അണ്ണാച്ചി പറഞ്ഞത്. കൊച്ചിന്റെ അച്ഛൻ അവനാണെന്ന് അവൻ പറയുന്നത്. വീട്ടുമുറ്റത്തൊന്ന് വൃത്തിയായിട്ട് പറഞ്ഞാലുണ്ടല്ലോ, ചൂലെടുത്തിയ മുഖത്തടിക്കും. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്? ആ കുട്ടിമണിയോട് ചോദിച്ചു നോക്കിക്കേ, കുട്ടിമണിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു ഒന്ന്. എനിക്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാനങ്ങ് കൊണ്ടുപോകാൻ കൊച്ചേ. ഓക്സിജൻ എന്താ പറയാത്തത്? കാര്യം വിഷമമാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു കുഞ്ഞിന്റെ അമ്മയെ അതിന്റെ അച്ഛന് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്? ആ, അത് തന്നെയാ വേണ്ടത്. കുഞ്ഞ് അച്ഛന്റെ അമ്മയുടെയും കൂടെ വേണം വളരാൻ. ഓക്സിജ, നീ എന്തോ പറയുന്നു? കുട്ടിമണിയെ അണ്ണാച്ചിക്ക് വിട്ടുകൊടുക്കുന്നോ? മെമ്പർ ഇങ്ങോട്ട് മാറിക്കേ. മനസ്സിന് ഇങ്ങോട്ട് വന്നേ. ഇനി തന്നേക്കുന്നേ അതിനെ ഞാൻ പൊന്നുപോലെ വളർത്തിക്കൊള്ളാം. തരാം. തരാന്ന്. സിജ, മോനെ, ഇവൻ ഈ അണ്ണാച്ചി പറയുന്നത് കള്ളമാ, വിശ്വസിക്കരുത്. അതൊന്നും എനിക്കറിയണ്ട. കുട്ടിമണിയെ ഞാൻ വിട്ടുകൊടുക്കുക. മനുഷ്യ, എന്നെ വിട്ടുകൊടുക്കല്ലേ മനുഷ്യ, എന്നെ വിട്ടുകൊടുക്കല്ലേ. കൊച്ചേ, നീ ഉണ്ടായി. നീയെ തെറ്റ് ചെയ്തവളാ. അതെ. മുതിർന്നവർ പറയും, അതനുസരിച്ചാ. അത്രയേ ഉള്ളൂ. മെമ്പർ ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയാനാ. എന്തുവാ? കുട്ടിമണിയെ തരുമ്പോ ഞാൻ കൂടെ എന്തെങ്കിലും തരണ്ടേ മെമ്പറെ? ഓ, അതൊന്നും നിർബന്ധമൊന്നുമില്ല. കിട്ടുന്നത് കളയണ്ട, വാങ്ങിച്ചോ. എന്നാ എന്തേലും ആയിക്കോട്ടെ. ഞാനിപ്പോ വരാം. ഓ, ആ, ചെക്ക് വേണ്ട, ക്യാഷ് എടുത്താ മതി. എനിക്ക് പാണ്ടി അക്കൗണ്ട് ഇല്ല. പെണ്ണിന്റെ തുണിയും കിണിയൊക്കെ എടുക്കാൻ പോവുക. ആണോ? എന്നാ അതാണ് അത് മതി. അരയല്ലേ കുഞ്ഞെ, ഞാനല്ലേ കൊണ്ടുപോകുന്നത്. ആർക്കാണ് ആദ്യം വേണ്ടത്? ആർക്കാണെന്ന്? ആ മെമ്പർക്ക് തന്നെ ആദ്യം കൊടുക്ക്. കോളും കൊണ്ട് വന്നേക്കുന്നു. അടിക്കരുത്, മെമ്പറാണ്. നീ ചിരിക്കുവാണോടി നാശമേ? നീ ഒറ്റ ഒരുത്തി കാരണം കണ്ട വൃത്തികെട്ടവന്മാര് വീട്ടിൽ വന്ന് മനുഷ്യന്റെ അഭിമാനത്തിന് വില പറയുന്ന സ്ഥിതിയായി. കൊത്തട്ട് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിൽ ഭേദം അത് തന്നെ. കുട്ടിമണി, കൊച്ചേ, നീ രവിയോട് പോലും പറയല്ലേ? ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഉറപ്പാണോ? ഉറപ്പ്. അത് പിന്നെ അമ്മ, എന്റെ അമ്മേ, എനിക്ക് വയ്യ. ചിരിച്ച് ചിരിച്ച് ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോവും. അത്രയ്ക്ക് ഗംഭീരമാണോടി അവിടുത്തെ ഗർഭവിശേഷം? ആണോന്നോ? അതിഗംഭീരം. അടി, ശാപം, പഴി, വഴക്ക്, പിന്നെ നാട്ടുകാരുടെ വക ചർച്ച. ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിൽ പാവം കുട്ടിമണി പിഴച്ചവളുമായി. ഇല്ലാത്ത ഗർഭമാണെന്ന് ആ വക്കീലിന് പോലും മനസ്സിലായില്ലേ? ഇല്ലെന്നേ. കാരണം ഒരു ഡോക്ടർ അല്ലയോ സംഗതി കൺഫേം ചെയ്തത്. പിന്നെ എങ്ങനെ അവിശ്വസിക്കും? മതികല പാലിൽ കലക്കിയ മരുന്ന് കുടിച്ച് കുട്ടിമണി ബോധം കെട്ട് വീഴുന്നു. പിന്നെ നേരെ ആശുപത്രിയിലേക്ക്. മതികല പറഞ്ഞു വെച്ചതുപോലെ ഡോക്ടറുടെ മുമ്പിലേക്ക്.
മതികല പറഞ്ഞതുപോലെ ഡോക്ടർ ഗർഭം ഏറ്റു പറയുന്നു. കുട്ടിമണി ഗർഭിണിയെന്ന്. പക്ഷെ മോളെ, എത്ര കാലം ഈ കള്ളം മുന്നോട്ട് കൊണ്ടുപോകും? ഗർഭം വളരാത്ത എന്താന്ന് ആരെങ്കിലും ചോദിച്ചാ? ഇല്ലാത്ത ഗർഭം വളരുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. എനിക്ക് വേണ്ടിയിരുന്നത് നാട്ടുകാരുടെ മുന്നിൽ കുട്ടിമണി നാണം കെടുക എന്നുള്ളതായിരുന്നു. മനസ്സിജൻ കുട്ടിമണിയെ കുറച്ചെങ്കിലും വെറുക്കുക എന്നുള്ളതായിരുന്നു. വയലോരം വീട്ടിലുള്ളവർ കുട്ടിമണിയെ അകറ്റുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ സാധിച്ചു. ഇനി ഗർഭം ഇല്ലാന്ന് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കൂ? ഇല്ല. പിഴച്ചവള് പിഴച്ചു. എന്നാലും ഇത് അവസാനം നമ്മക്കിട്ട് തന്നെ തിരിച്ചടിക്കുമോ എന്നൊരു തോന്നല്. അമ്മയുടെ മനസ്സിലെ ഇത്തരം പരാജയ ചിന്തകൾ ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റ്. നമ്മൾ ജയിക്കും. ജയിച്ചേ പറ്റൂ. ആ വക്കീലിനെ കൂടെ അവിടെ നിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്? വക്കീലിന് നോവണമെങ്കിൽ ബാലേട്ടന് നോവണം. ബാലേട്ടന് നൊന്താ വക്കീല് തളരും. അതിനെന്താ വഴി? സീതയുടെ കാര്യം ഒന്നുകൂടി ആളി കത്തിച്ചാലോ? അതിലൊരു അപകടമുണ്ട്. എന്ത്? സീതാ ബാലചന്ദ്രൻ കേസില് ശക്തമായ ഒരു അന്വേഷണം വന്ന ചിലപ്പോ അത് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ നേർക്ക് തന്നെ വരും. ആദ്യം കുട്ടിമണിയുടെ കച്ചവടം ഒന്ന് തീർക്കട്ടെ. അതിന് തൊട്ടു പുറകെ ഇന്ദുബാല. ഡൽഹിയിൽ തെരയുന്നുണ്ട് ഞാൻ. ബാലേട്ടന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് ഒരു പഴയ കഥ കിട്ടുമോന്ന്. കണ്ടില്ലേ ഒടുക്കം? കണ്ട വൃത്തികെട്ടവന്മാര് വരെ വീട്ടിൽ കയറി വന്ന് അവകാശം പറയുന്ന സ്ഥിതിയായി. ആഹാ, കരയുമായിരുന്നോ? ഇനി എന്തെല്ലാം കാര്യത്തിന് എപ്പോഴെല്ലാം കരയാനിരിക്കുന്നു. കൊച്ചേ, നീ മുറിവിൽ മുളക് തേച്ച് രസിക്കരുത്. ഇതാണ് നിങ്ങളുടെ എല്ലാം കുഴപ്പം. സത്യം പറയുന്നവരെ നിങ്ങളങ്ങ് ഒറ്റപ്പെടുത്തും, അവരെ കുറ്റപ്പെടുത്തും. എന്നിട്ടിപ്പോ ഒടുക്ക എന്തായി? ഒട്ടക പക്ഷിയുടെ കൂട്ട് തല മണ്ണിൽ പൂഴ്ത്തിയിരിക്കേണ്ട അവസ്ഥ വന്നില്ലേ എല്ലാവർക്കും? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ആ അണ്ണാച്ചി തന്നെ ആയിരിക്കും ഇവളുടെ കൊച്ചിന്റെ അച്ഛനെന്ന്. അല്ല, ഇനിയിപ്പോ എന്താ തീരുമാനം? ആ, തീരുമാനം. സിജൻ അവനെ തല്ലി ഓടിച്ചതേ അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല, നാണക്കേടും ഗതികേടും കൊണ്ടാ. എന്നുവെച്ച് അവളെ അങ്ങ് ഏറ്റെടുക്കത്തൊന്നുമില്ല. അങ്ങനെ വല്ലതും പറഞ്ഞോ കൊച്ചേ നിന്നോട്? പറയാതെ പിന്നെ. കുട്ടിമണിയെ ഇനി മനസ്സിജന് വേണ്ട, അത് പറഞ്ഞു. അക്കാര്യത്തിൽ ഇനി മുമ്പോട്ടും പുറകോട്ടും ഇല്ല തീരുമാനം. എന്റെ ഭഗവതി. പിന്നെ എന്നുവെച്ചാ ഭഗവതി അല്ലായിരുന്നോ കല്യാണ ബ്രോക്കർ? ഞാൻ നോക്കിട്ടെ ഇനി ഒരൊറ്റ വഴിയുള്ളൂ മുമ്പില്. എന്നതാ കൊച്ചേ? ആ അണ്ണാച്ചിയെ പിണക്കാതെ നോക്കണം. ഒന്നുമല്ലെങ്കിലും കുട്ടിമണിയുടെ കൊച്ചിന്റെ അച്ഛൻ അയാളല്ലേ? നാളെ മനസ്സിജന് ഇല്ലാന്ന് പറഞ്ഞാലും കുട്ടിമണിയെ ഏറ്റെടുക്കാൻ ഒരാളായി. നിയമപരമായി കൊച്ചിനൊരച്ഛനുമായി. അയ്യോ, അതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല കൊച്ചേ. ആ അണ്ണാച്ചി എന്ന് പറയുന്നവനെ വിശ്വസിക്കാനും പറ്റത്തില്ല. ഒരാളുടെ താലി കഴുത്തി കിടക്കുമ്പോഴാണോ വേറൊരാളുടെ കൂടെ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അത് പിന്നെ ഒരാളുടെ താലി കഴുത്തി കിടക്കുമ്പോഴല്ലേ ഇപ്പോ വേറൊരാളുടെ കുഞ്ഞു വയറ്റി കിടക്കുന്നത്. അവൻ ആ അണ്ണാച്ചി എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയടിക്ക് അവനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊച്ചേ. വിശ്വസിക്കണ്ട. അനുഭവം വന്നിട്ടും പഠിക്കാത്തവരെ ഇനി അതിന്റെ അപ്പുറം കാണുമ്പം പഠിച്ചോളൂ. പെണ്ണിനെ അടുത്ത് മടിയിൽ വെക്ക്, അല്ലെങ്കിൽ കൊഞ്ചിക്ക്. കൊഞ്ചിക്കാനോ? അവളെയോ? തന്തേ കൊല്ലി. തന്തേ കൊല്ലിയോ? എന്തു പറഞ്ഞ അച്ഛനെ കൊന്നവൾ? അതെന്താ അപ്പച്ചിയമ്മ അങ്ങനെ പറഞ്ഞത്? പറയേ.
അതിന് പിന്നിൽ എന്തോ ഉണ്ട്. ഒന്നുമില്ല കൊച്ചേ. ഉണ്ട്. കൊച്ചേ, നീ രവിയോട് പോലും പറയല്ലേ? ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഉറപ്പാണോ? ഉറപ്പ്. അത് പിന്നെ പെണ്ണിന് പറ്റിയ ഒരു കയ്യബദ്ധത്തിലാ. കയ്യബദ്ധത്തിലോ? എന്ത് സംഭവിച്ചു? അച്യുതൻ കിണറ്റിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ശാരദയ്ക്ക് കൃത്യമായി അറിയും. അതെയോ? അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നും അല്ല. ഒരബദ്ധം. എന്നതാണെന്ന് എനിക്കും അറിയത്തില്ല. ആരോടും പറയല്ലേ മോളെ? ഇല്ല പച്ചമ്മേ, ഞാൻ ആരോടും പറയില്ല. കുട്ടിയല്ലേ അവള്, ഒന്നും അറിയാത്ത പാവം കുട്ടി. വയലോരം വീടിന്റെ എല്ലാമായിരുന്ന കുട്ടിമണി ഇനി ഈ വീടിന്റെ തീരാ ശാപമായി മാറുന്നു. ഇവിടുത്തെ അച്യുതക്കുറുപ്പിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. ഇതിനപ്പുറത്തെ സത്യം ഒന്ന് ചികഞ്ഞു നോക്കണ്ടേ നമ്മള്? കുട്ടിമണിയും ഒത്തൊരു ജീവിതം ഇനി എനിക്കുണ്ടാവില്ല. പൊട്ടിച്ചിരി മാറാത്ത ഈ മുഖത്ത് ഇനി തോരാ കണ്ണീരിന്റെ തീരാ പ്രവാഹം.